ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് 1/32 സ്കെയിലിൽ വരുന്ന ടാറ്റയുടെ നെക്സോണിൻ്റെ ഒരു മോഡലാണ്. അപാര ബിൽഡ് ക്വാളിറ്റിയും ഡീറ്റെയിലിങ്ങും ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. റിയൽ ലൈഫിൽ എങ്ങനെയാണോ നെക്സോൺ അതുപോലെ തന്നെ ഒരു സ്കെയിൽ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. എനിക്കിതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ കളറാണ്, അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയും. ഇതിൻ്റെ കളർ വരുന്നത് ഓറഞ്ചും ഗോൾഡൂടെ മിക്സ് ആയ ഒരു കളറാണ്. EV വെർഷനാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ ബാക്കിൽ നോക്കിയാൽ നെക്സോണിൻ്റെ ഒരു ബാഡ്ജിങ്ങും EVയുടെ ഒരു ബാഡ്ജിങ്ങും കാണാം. പിന്നെ ടാറ്റയുടെ ലോഗോ മിസ്സിംഗ് ആണ്, ഫ്രണ്ടിലും ബാക്കിലും മിസ്സിംഗ് ആണ്. കാരണം ഇത് ടാറ്റയുടെ ഒഫീഷ്യൽ ലൈസൻസ് പ്രോഡക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ലോഗോ മിസ്സിംഗ് ആയിട്ടുള്ളത്. ഇൻറ്റീരിയറിൻ്റെ കളർ മാത്രമാണ് എനിക്ക് ചെറിയൊരു മടുപ്പ് തോന്നിയത്. അതും കൂടെ ബ്ലാക്ക് ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന കാർസിനൊക്കെ സ്കെയിൽ മോഡൽ കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു അട്രാക്ഷനാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഇന്ത്യൻ ബ്രാൻഡായ ടാറ്റയുടെ കാണുമ്പോൾ. അപ്പോൾ ഞാൻ വേറൊരു കാർ മേടിക്കാൻ വേണ്ടിയാണ് ഷോപ്പിൽ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ആദ്യം കണ്ടുപോയത് ഈ ടാറ്റയുടെ നെക്സോണിലോട്ടാണ്. ഇതിൻ്റെ പല കളർ വേരിയൻറ്റും ഞാൻ തപ്പി നോക്കി, വേറെ ഏതെങ്കിലും ബ്ലാക്കോ ഗ്രേയോ ഒക്കെ കിട്ടുമെന്ന് നോക്കി. പക്ഷേ ഈ കളർ മാത്രമുള്ളായിരുന്നു അവൈലബിൾ. ലോഗോ വെക്കാൻ ഒരു സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിവിടെ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ലോഗോ വെക്കാൻ ഒരു സ്പേസ് നമുക്കിവിടെ കാണാം. അതുപോലെ എൻ്റെ ബോണറ്റും ബൂട്ടും 4 ഡോർസും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഹാഫ് ഡോറാണ് വരുന്നത്. ഫുൾ ഡോർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. പിന്നെ അകത്ത് ഈ കളറാണ് ഞാൻ പറഞ്ഞില്ല ഒരു മടുപ്പ് തോന്നിയത്, ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.